കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ചതിൽ അന്വേഷണത്തിന് രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് യോഗത്തിന് നാടകീയ രംഗങ്ങൾ. നിയമവിരുദ്ധമായി അംഗങ്ങളെ ഉൾപ്പെടുത്തിയെന്നാരോപിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ യോഗത്തിനെത്തിയ ഡോക്ടർമാരെ ഇറക്കിവിട്ടു. DMO രൂപീകരിച്ച മെഡിക്കൽ ബോർഡിൽ അനാവശ്യമായി അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് സമ്മർദ്ദത്തിന്റെ ഭാഗമാണോ എന്ന ആശങ്ക മരിച്ച കുട്ടിയുടെ കുടുംബവും പങ്കുവച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പുറമെ 7 അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിനിടയാക്കിയ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. എന്നാൽ മെഡിക്കൽ ബോർഡിന്റെ രൂപീകരണത്തിൽ നിയമവിരുദ്ധ ഇടപെടൽ നടന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ യോഗത്തിൽ ആരോപിച്ചു. 7-ൽ 4 ഡോക്ടർമാരെ യോഗത്തിൽ പങ്കെടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അനുവദിച്ചില്ല. ക്രിമിനൽ അനാസ്ഥ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംഭവിച്ചെന്നാണ് യോഗം വിലയിരുത്തിയത്. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫൈൻഡിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് വെച്ച് ഞങ്ങളുള്ളത്. അത് വെച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറും. മെഡിക്കൽ ബോർഡിൽ നിയമവിരുദ്ധമായി കൂടുതൽ ഡോക്ടർമാർ ഉൾപ്പെട്ടതിൽ കുടുംബത്തിന് കടുത്ത ആശങ്കയുണ്ട്. കേസ് അട്ടിമറിക്കാൻ പലവിധ ശ്രമങ്ങൾ നടക്കുന്നതായി നേരത്തെ കുടുംബം ആരോപിച്ചതാണ്. അതിനെ സാധൂകരിക്കുന്നതാണ് അനാവശ്യമായി ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിയ സംഭവം വ്യക്തമാക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ഉടൻ പോലീസിന് കൈമാറും. തുടർന്നായിരിക്കും പോലീസ് നടപടികൾ സ്വീകരിക്കുക. റിപ്പോർട്ടർ, കണ്ണൂർ.